ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 വാക്ക് ആൻഡ് വാക്ക്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ യൂണിറ്റാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ദെൻ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ എന്താ പറയുന്നത് നോക്കി നോക്കാം. വാക്ക് ആൻഡ് വാക്ക്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം എന്താ, ഒരു മാനും ഉണ്ട്, ഒരു മുയലും ഉണ്ട്. അപ്പോൾ മാൻ, അതായത് ഡിയർ, എന്താ പറയുന്നത്, ഹൗ ബ്യൂട്ടിഫുൾ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അപ്പോൾ എന്ത് ബ്യൂട്ടിഫുള്ളാണ്, നമുക്കൊരു വാക്കിന് പോയാലോ എന്നാണ് പറയണത്. അപ്പോൾ റാബിറ്റ് എന്താ പറയണത്, ഓക്കെ മിന്നു. അപ്പോൾ ഓക്കെ പറയാണ്. വാട്ട് ഓൾ തിങ്സ് ഡു വി സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഹൗ മെനി ബട്ടർഫ്ലൈസ്. അപ്പോൾ ഇവിടെ എന്താണ്, എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ, 1 2 3. അപ്പോൾ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്, 3 ബട്ടർഫ്ലൈസ്. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ 3 എന്ന് എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫ്ലവേഴ്സ്. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്. എത്ര ഫ്ലവേഴ്സ് ആണ്, 1 2 3 4 5. എത്ര ഫ്ലവേഴ്സ് ആണ്, 5 ഫ്ലവേഴ്സ്. 3 of the flowers seem happier. Can you guess why? എന്താണ്, ഇതിൽ 3 ഫ്ലവേഴ്സ് ഒന്നും കൂടി ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും, ഗസ് ചെയ്യാനാണ്. എന്തുകൊണ്ടായിരിക്കും, ഈ ബട്ടർഫ്ലൈസ് 3 ബട്ടർഫ്ലൈസ് ആണല്ലോ ഉള്ളത്, അതുകൊണ്ടായിരിക്കും അവർ ഹാപ്പി ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. മിന്നു ആൻഡ് കിട്ടു സ്റ്റാർട്ടഡ് വാക്കിംഗ് ത്രൂ ദ വുഡ്സ്. അപ്പോൾ എന്താണ്, മിന്നുവും അതുപോലെ തന്നെ കിട്ടുവും എന്താണ്, ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിന്നും അതുപോലെ തന്നെ കുട്ടും എന്താണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന പിക്ചറാണ്. ഹേ, ഹിയർസ് എ ബാഗ്, ലെറ്റ്സ് സീ വാട്ട്സ് ഇൻ ഇറ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ റാബിറ്റ് പറയുന്നുണ്ട് ഇവിടെ ഒരു ബാഗ് ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം അതിൽ എന്താണെന്ന് നോക്കി നോക്കാമെന്ന് പറയാണ്. മിന്നു ആൻഡ് കിട്ടു ഓപ്പൺ ദ ബാഗ്, ലുക്ക്ഡ് ഇൻസൈഡ്, വൗ ഹാറ്റ്സ്. അപ്പോൾ എന്താണ്, മിന്നും അതുപോലെ തന്നെ കിട്ടും കൂടിയിട്ട് എന്ത് ചെയ്തു, ഈ ബാഗ് തുറന്ന് നോക്കി. ആൻഡ് ലുക്ക്ഡ് ഇൻസൈഡ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഹാറ്റ്സ് ആണല്ലേ, ഒരുപാട് ഹാറ്റ്സ് ഉണ്ട്. ഓക്കെ, ഹൗ മെനി ഇൻസൈഡ്, ഹൗ മെനി ഔട്ട്സൈഡ്, കളർ ദീസ് ഹാറ്റ്സ്. അപ്പോൾ എന്താണ്, ഉള്ളിൽ എത്ര ഉണ്ട്, ഉള്ളിൽ എത്രയാണ്, 1 2 3. അപ്പോൾ ഉള്ളിൽ എത്രയാണ്, 3 ഹാറ്റ്സ് ആണ്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അപ്പോൾ ഉള്ളിൽ 3 എന്ന് എഴുതി കൊടുക്കുക. ഹൗ മെനി ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് എത്രയാണ്, 1 2 3 4. എത്രയാണ്, 4. അപ്പോൾ ഔട്ട്സൈഡിൻ്റെ അവിടെ 4 എന്ന് എഴുതി കൊടുക്കുക. 1 2 3 4. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം, കളർ ദീസ് ഹാറ്റ്സ്. എന്താണ്, ഈ ഹാറ്റ്സ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ എന്താണ്, കുഞ്ചൻ സ്ക്വിറൽ ആൻഡ് പിങ്കി മങ്കി ടുക്ക് സം ഹാറ്റ്സ് ആൻഡ് ക്ലൈംബ്ഡ് അപ്പ്. അപ്പോൾ എന്താണ്, 2 ക്യാരക്ടറാണ്, കുഞ്ചൻ സ്ക്വിറലും അതുപോലെ തന്നെ പിങ്കി മങ്കിയും. അപ്പോൾ അവർ എന്ത് ചെയ്തു, അവർ കുറച്ച് ഹാറ്റ്സ് എടുത്തിട്ട്, തൊപ്പി എടുത്തിട്ട് മേലേക്ക് പോയി. ഓക്കെ, ഹൗ മെനി ഹാറ്റ്സ്, സ്ക്വിറൽ, റാബിറ്റ്, മങ്കി, ഡിയർ. അപ്പോൾ എന്താണ്, ഇവർ കയ്യിലൊക്കെ എത്ര റാറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. അപ്പോൾ ആദ്യം സ്ക്വിറലിൻ്റെയിലാണ്. അപ്പോൾ സ്ക്വിറൽ എവിടെ, സ്ക്വിറലിൻ്റെ എത്ര, ആകെ കൂടി ഒരു ഹാറ്റ് ഉള്ളൂ. സോ നമ്മൾ ഇവിടെ സ്ക്വിറലിൻ്റെ അവിടെ നമ്മൾ 1 എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് റാബിറ്റ് ആണ്. ഇവിടെ ഇതിൽ ഏതാ റാബിറ്റ്, ഇതാണല്ലേ റാബിറ്റ്. റാബിറ്റിൻ്റെ കയ്യിലോ 1 2. എത്ര ഹാറ്റ്സ് ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ നമ്മൾ റാബിറ്റിൻ്റെ അവിടെ 2 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് മങ്കിയാണ്. മങ്കി എവിടെ, മങ്കിയുടെ കയ്യിൽ 1 2 3. എത്ര എണ്ണുണ്ട്, 3 എണ്ണുണ്ട്. അപ്പോൾ മങ്കിയുടെ അവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ഡിയർ ആണ്. ഡിയറിൻ്റെ കയ്യിൽ ആകെ ഒരെണ്ണം. അപ്പോൾ നമ്മളിവിടെ 1 എന്ന് എഴുതി കൊടുക്കുക.
How many hats in the bag now? Nothing, 0. അപ്പോൾ എന്താണ്, എത്ര ഹാറ്റ്സ് ഇനിയുണ്ട് ഇതിൽ? ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഒന്നുമില്ല. 0 മീൻസ് there's no nothing. എന്താണ് 0 എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ലെഫ്റ്റ്, ഇനി ബാക്കിയുള്ളത് 0 ഹാറ്റ്സ് ആണ്. ഇനി എന്താ, സിങ് ആൻഡ് റൈറ്റ് ഹൗ മെനി മാംഗോസ്. അപ്പോൾ നമുക്ക് പാട്ട് പാടിയിട്ട് എഴുതി നോക്കാം എത്ര മാംഗോസ് ഉണ്ട് എന്ന്. ഹൗ മെനി മാംഗോസ്? ദ ട്രീ ഇൻ ദ യാർഡ് ഹാഡ് 5 മാംഗോസ്. എന്താണ്, ദ ട്രീ ഇൻ ദ യാർഡ് ഹാസ് എത്ര മാംഗോസ് ആണ്? 5 മാംഗോസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? 5. A squirrel bit of 1. How many left on the tree? അപ്പോൾ എന്താണ്, സ്ക്യൂരൽ എന്ത് ചെയ്തു? സ്ക്യൂരൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? ഹൗ മെനി ലെഫ്റ്റ്, ബാക്കി എത്ര ഉണ്ടാവും? ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി. അപ്പോൾ 5 എണ്ണത്തിന് ഒരെണ്ണം സ്ക്യൂരൽ കൊണ്ടുപോയാൽ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 1 2 3 4. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? 4. The wind shook down 1. How many left on the tree? പിന്നെ എന്താണ്, ഒന്ന് കാറ്റിൽ വീണ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 5 എണ്ണമായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഒന്ന് സ്ക്യൂരൽ കൊണ്ടുപോയി, ദെൻ ഇപ്പോൾ ഒന്ന് എന്ത് ചെയ്തു? കാറ്റിൽ വിൻഡ് കൊണ്ടുപോയി, വിൻഡ് ഒന്ന് കൊണ്ടുപോയി. അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 1 2 എണ്ണം കുറച്ചാൽ ബാക്കി 1 2 3 3 എണ്ണം ഉണ്ടാവും. ഇനി എന്താ, എ ക്രോ pecked of 1. How many left on the tree? അപ്പോൾ ബാക്കി ഇനി വേറെ ഒന്ന് ആര് കൊണ്ടുപോയി? ക്രോ കൊണ്ടുപോയി. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? ബാക്കി 2 എണ്ണം ഉണ്ടാവും. അമ്മു സ്റ്റോണ്ട് ഡൗൺ 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? ഒന്ന് എന്ത് ചെയ്തു? ഒന്ന് അമ്മു എടുത്തു. അപ്പോൾ എന്താണ്, 5 മാംഗോസ് ഉണ്ടായി. ഒന്ന് സ്ക്യൂരൽ കൊണ്ടുപോയി, ദെൻ ഒന്ന് വിൻഡ് കൊണ്ടുപോയി, ഒന്ന് ക്രോ കൊണ്ടുപോയി, ഒന്ന് അമ്മു കൊണ്ടുപോയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? കൂട്ടുകാർ കൈയിൻ്റെ വിരൽ മടക്കി നോക്കുക. അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? ഒരെണ്ണം. അപ്പോൾ നമ്മളിവിടെ 1 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ പ്ലക്ക്ഡ് ഓഫ് 1. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? അപ്പോൾ ആ ഒരു മാംഗോ എന്ത് ചെയ്തു? ആ ഒരു മാംഗോ അപ്പു എടുത്തു. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല അല്ലേ. ആ മാങ്ങ ഫുള്ള് തീർന്നിട്ടുണ്ടാവും. നത്തിങ് ലെഫ്റ്റ് ഓൺ ദ ട്രീ നൗ ആൻഡ് നത്തിങ് is 0. അപ്പോൾ എന്താണ്, ആ ട്രീയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. നത്തിങ് ആണ്. നത്തിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആണ് എന്ത്? 0. നത്തിങ് എന്ന് പറഞ്ഞാൽ 0. ഓക്കെ. ഇനി എന്താ, Ramunni uncle, that seller, come back after washing his face at the stream. He sat down under the tree. Oh my hats. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയില്ല. ഹാറ്റ്സ് ഒക്കെ, തൊപ്പികളൊക്കെ ആരുടെ ആയിരുന്നു? രാമുണ്ണി അങ്കിളിൻ്റെ ആയിരുന്നു. അപ്പോൾ രാമുണ്ണി അങ്കിൾ അതവിടെ വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴോ അവിടെ എന്താണ്, ഹാറ്റ്സിൻ്റെ ആ ബാഗ് മാത്രമേ ഉള്ളൂ. അതിലെന്താണ്, ഹാറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഓ മൈ ഹാറ്റ്സ്, എൻ്റെ ഹാറ്റ്സ് എന്തെന്ന് ആലോചിച്ചിട്ട് രാമുണ്ണി അങ്കിള് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. Oh, no hats in the bag, 0. രാമുണ്ണി അങ്കിൾ വാസ് സാഡ്. അപ്പോൾ എന്താണ്, ഇതിലെന്താണ്, ഹാറ്റ്സ് ഒന്നും ഇല്ല അല്ലേ. നോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാറ്റ്സ് ഇൻ ദ ബാഗ്. അപ്പോൾ ഹാറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അവിടെ എത്ര ഹാറ്റ്സ് ഉണ്ട്? 0 ഹാറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ മേലെ കൂടെ 0 എന്ന് എഴുതി കൊടുക്കുക. രാമുണ്ണി അങ്കിൾ വാസ് വെരി സാഡ്. അപ്പോൾ എന്താണ്, ഈ രാമുണ്ണി അങ്കിളിന് നല്ല വിഷമായി. ഓക്കെ. ഇനി എന്താ അടുത്തത് നോക്കി നോക്കാം. ഡ്രോ ആൻഡ് ജോയിൻ. എന്താണ് ഡ്രോ ആൻഡ് ജോയിൻ? ഈച്ച് വൺ നീഡ്സ് 1 hat. ഹൗ മെനി ഹാറ്റ്സ് ഫോർ ദ സ്ക്യൂറൽസ്, ഫോർ ദ monkeys, ഫോർ ദ റാബിറ്റ്സ്? ഡ്രോ ലൈൻസ് ജോയിനിങ് ആനിമൽസ് ആൻഡ് ദ ഹാറ്റ്സ് ദേ നീഡഡ്. അപ്പോൾ എന്താണ്, ഇവിടെ എത്ര ആനിമൽസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഹാറ്റ്സ് വെച്ചിട്ട് വേണം. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതാരാ, സ്ക്യൂറൽ അല്ലേ. സ്ക്യൂറൽസിൻ്റെ എണ്ണി നോക്കാം. എത്ര സ്ക്യൂറലുണ്ട്? 1
2 3 4 5 സ്ക്യൂറൽ. അപ്പോൾ ഇതിൽ ഏതിലാണ് 5 തൊപ്പി വരുന്നത് നോക്കാം. 1 2 3 4 5 6 വരുന്നുണ്ട്. അപ്പോൾ ഇതല്ല. ദെൻ ഇത് 1 2 3 4 1 2 3 4 5 ഇതിൽ എത്രയാണ് 5 വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏതിൽക്കാണ് മാച്ച് ആവുക? ഇതിൽക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്ക് വളച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് മങ്കീസ് ആണ്. അപ്പോൾ മങ്കീസിൻ്റെ നമ്പേഴ്സ് നമുക്ക് എണ്ണി നോക്കാം. അപ്പോൾ ഞാൻ എണ്ണുമ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ എണ്ണണേ. 1 2 3 4 5 6 7. അപ്പോൾ ഇത് എത്ര മങ്കീസാണ്? 7 മങ്കീസ്. അപ്പോൾ നമുക്ക് ഈ ഹാറ്റ്സ് ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 ഹാറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെ മാച്ച് ആവുക? ഇത് ഇങ്ങോട്ടേക്കാണ് മാച്ച് ആവുക. ഓക്കെ, ഇനി അടുത്തത് റാബിറ്റ് ആണ്. റാബിറ്റ് എത്ര ഉണ്ട്? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 1 2 3 4 5 6 എണ്ണമാണ്. അപ്പോൾ നമുക്കിനി ഇത് മാത്രമാണ് ബാക്കി. അപ്പോൾ ഇത് 6 എണ്ണം ഉണ്ടോ എന്ന് നോക്കി നോക്കാം. 1 2 3 4 5 6 അല്ലേ? 1 2 3 4 5 6. അപ്പോൾ ഇതെന്താണ്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെങ്ങോട്ട് മാച്ച് ചെയ്യുക? ഇത് ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ഉള്ളത് നോക്കി നോക്കാം. ദ ഹാറ്റ് സെല്ലർ ലുക്ക്ഡ് സാഡ്. അപ്പോൾ എന്താണ്? ഈ ഹാറ്റ് സെല്ലർ നല്ല വിഷമായി. സോ പിങ്കി മങ്കി ക്ലൈംബ്ഡ് ഡൗൺ. അപ്പോൾ എന്ത് ചെയ്തു? ഈ പിങ്കി മങ്കി എന്ത് ചെയ്തു? താഴത്തേക്ക് വന്നു. Pinky gave back 3 hats and Kittu Rabbit gave back 2. How many he has now? അപ്പോൾ എന്താണ് ഈ ഹാറ്റ് സെല്ലറിനെ കണ്ടപ്പോൾ, ഈ തൊപ്പി വിൽക്കുന്ന ആളിനെ കണ്ടപ്പോൾ ഈ ആർക്കാണ്? പിങ്കി മങ്കിക്കും അതുപോലെ തന്നെ കിട്ടു റാബിറ്റിനും വിഷമായി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരവരെ കയ്യിലുള്ള തൊപ്പികൾ എത്ര എണ്ണം കൊടുത്തു? പിങ്കി ഗേവ് 3 ഹാറ്റ്സ് കൊടുത്തു. ദെൻ കിട്ടു റാബിറ്റ് ഗേവ് ബാക്ക് ടു. കിട്ടു റാബിറ്റ് 2 എണ്ണം കൂടി കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും? 3 കഴിഞ്ഞാൽ 2 എണ്ണം, 3 കഴിഞ്ഞാൽ 4 5. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് 1 2 3 4 5. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? ഇപ്പോൾ ഈ ഹാറ്റ് സെല്ലറുടെ കയ്യിൽ എത്ര ഉണ്ടാവും? 5 എണ്ണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? 5. ഇനി എന്താ? ആഫ്റ്റർ ഗെറ്റിംഗ് ബാക്ക് 1 more hat, how many he has now? 5 and 1 makes 6 hats. അപ്പോൾ എന്താണ്? ഇനി ആ 5 എണ്ണത്തിൻ്റെ കൂടെ 5ൻ്റെ കൂടെ എന്താണ്? ഒരെണ്ണം കൂടിയും കിട്ടി. അപ്പോൾ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 5ൻ്റെ കൂടെ 1, 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 5 6. 5ൻ്റെ അപ്പുറത്തെ ഏതാ? 6. 5 and 1 makes 6. 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 6. ഇനി എന്താ അടുത്തത്? ഹിയർ ഈസ് 1 more, the one I took. അപ്പോൾ എന്താണ്? ഇനി എന്ത് ഉണ്ടായി? നൗ ദ നമ്പർ ഓഫ് ഹാറ്റ്സ് ഇസ് 6 and 1 which is 7. അപ്പോൾ എന്താണ്? ഈ 6 എണ്ണത്തിൻ്റെ കൂടെ എന്തായി? ഒരെണ്ണം കൂടി. അപ്പോൾ 6ൻ്റെ കൂടെ ഒരെണ്ണം കൂടി 6ൻ്റെ അപ്പുറത്തത് ഏതാ? 7. അപ്പോൾ എത്ര എണ്ണമായി? ഇപ്പോൾ 7 hats. അതായത് the number of hats is 6 and 1 which is 7. അതായത് 6ൻ്റെ കൂടെ ഒരെണ്ണം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ 7 എന്ന് എഴുതി കൊടുക്കുക. നൗ രാമുണ്ണി അങ്കിൾ ഈസ് വെരി ഹാപ്പി. അപ്പോൾ ഇപ്പം എന്തായി? ഇപ്പം രാമുണ്ണി അങ്കിളിന് നല്ല സന്തോഷമായി. മിന്നു ആൻഡ് കിട്ടു കണ്ടിന്യൂ ദർ വാക്ക്. അപ്പോൾ എന്താണ്? മിന്നും കിട്ടും കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ അവരുടെ വാക്ക് കണ്ടിന്യൂ ചെയ്തു. ഹേ വേർ ആർ യു ഓഫ് ടു? ക്യാൻ വി കം ടു? അപ്പോൾ എന്താണ്? ഒരു വുഡ് പെക്കർ, അതായത് ഒരു മരം കൊത്തിയും പിന്നെ ഒരു
ആരാണ്? ഒരു പൂമ്പാറ്റയും ചോദിക്കുകയാണ് ഞങ്ങളും വന്നോട്ടെ. അപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? വൈ നോട്ട്, കം ഓൺ. അപ്പോൾ അതിനെന്താ വന്നോളൂ എന്ന് പറയാണ്. ദ 4 of them ഓഫ് ടുഗെദർ. അപ്പോൾ എന്താണ്? 4 ആളും കൂടിയിട്ട് നടക്കുകയാണ്. ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മിന്നു. അപ്പോൾ മിന്നുവിൻ്റെ ഫ്രണ്ടിൽ ആരാണ്? അപ്പോൾ ഇതിലേതാണ് മിന്നു? അപ്പോൾ ഇതിൽ ആരാണ് മിന്നു? മിന്നു ഈ ഡിയർ ആണല്ലേ. അപ്പോൾ മിന്നുവിൻ്റെ ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മിന്നു പുട്ട് എ ടിക്ക് മാർക്ക്. അപ്പോൾ മിന്നുവിൻ്റെ ഫ്രണ്ടിൽ ആരാണ്? ഈ ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ഒരു ടിക്ക് കൊടുക്കുക. ഹൂ ഈസ് ബിഹൈൻഡ് മിന്നു ഡ്രോ എ സ്മൈലി. അപ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ ഒരു ടിക്ക് കൊടുക്കണം. ദെൻ ഇവിടെ ഹൂ ഈസ് ബിഹൈൻഡ് ഈ സ്ക്യൂരൽ ആണല്ലേ ബിഹൈൻഡിൽ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? സ്മൈലി വരയ്ക്കണം. ഇതുപോലെ ഒരു സ്മൈലി വരയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. All are hungry. Look, mangoes. Who will climb up? I will peck at them. അപ്പോൾ എന്താണ്? അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ പൂമ്പാറ്റ പറഞ്ഞു മാംഗോസ് കണ്ടില്ലേ, മാംഗോസ് നോക്കൂ എന്ന് പറയാണ്. അപ്പോൾ ആരാണ് ഇത് പറിച്ച് ചെയ്താൽ പറയുമ്പോൾ വുഡ് പെക്കർ ഒരു ബേർഡ് പറയുന്നുണ്ട്, ഞാൻ പഠിച്ചു തരാം. ലിറ്റിൽ ബേർഡ് ആൻഡ് സോ ആൻഡ് ഓൾ മാംഗോസ് ഫെൽ ഡൗൺ ഈച്ച് ഓഫ് ദം ate one. അപ്പോൾ എന്താണ് ഈ വുഡ് പെക്കർ? അപ്പോൾ ഇതൊക്കെ നിലത്തേക്ക് ഇട്ടു. അപ്പോൾ എന്താണ്? ഓരോരുത്തരും ഓരോന്ന് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ബാക്കി ഉണ്ടാവും? അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 1 2 3 4 5. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് കഴിച്ചാൽ ഈ പൂമ്പാറ്റ 1 കഴിച്ചിട്ടുണ്ടാവും. ദെൻ ഈ ലിറ്റിൽ ബേർഡ് 1 കഴിക്കും. ദെൻ ഈ ഡിയർ 1 കഴിക്കും. ഈ സ്ക്യൂരലും ഒരെണ്ണം കഴിക്കും. 1 2 3 4 എണ്ണം കഴിച്ചു. ടോട്ടൽ എത്ര എണ്ണമാണ്? 5 എണ്ണം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ഒരെണ്ണം. ഹൗ മെനി ലെഫ്റ്റ്? അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ എഴുതുക 1. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലേ? 5 എണ്ണമാണ് ആകെ കൂടിയുള്ളത്. 4 എണ്ണം ഇവരെല്ലാവരും കൂടി കഴിച്ചു. ബാക്കി 4 കഴിഞ്ഞാൽ 5. അപ്പോൾ ബാക്കി എത്രയാണ്? 1. സേ ഹൗ യു ഫൗണ്ട് ഔട്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് എങ്ങനെയാണ് കിട്ടിയത്? ഇപ്പോൾ ഈ പറഞ്ഞ വഴിയിലൂടെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? കണക്ട് ആൻഡ് കൗണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ റാബിറ്റ് വാസ് ഹാപ്പി ടു സീ ക്യാരറ്റ്സ് ഓൺ ദ വേ സൈഡ്. അപ്പോൾ എന്താണ്? ഈ പോണ വഴിക്ക് ക്യാരറ്റ്സ് കണ്ടപ്പോൾ ഈ ആർക്കാണ്? റാബിറ്റ് നല്ല ഹാപ്പിയായി. ഹേ ക്യാരറ്റ്സ് ലെറ്റ്സ് ബൈ സം. അപ്പോൾ എന്താണ്? നമുക്ക് കുറച്ച് ക്യാരറ്റ് മേടിച്ചാലോ എന്ന് പറയാണ്. ദ സെയിം നമ്പർ ഓഫ് മീ ആൻഡ് മൈ ബ്രദേഴ്സ്. ദ റാബിറ്റ് ടുക്ക് എ ലാർജ് ബഞ്ച്. അപ്പോൾ എന്താണ്? റാബിറ്റ് ഒരു വലിയ ബഞ്ച് എടുത്തു. ഡ്രോ എ ലൈൻ ടു കണക്ട് ദ റാബിറ്റ് ടു ദിസ് ബഞ്ച്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈൻസ് വരയ്ക്കുക. റൈറ്റ് ദ നമ്പർ. ഓൾസോ കണക്ട് ദ ഡിയർ ആൻഡ് സ്ക്യൂറൽ ടു ദെയർ ബഞ്ചസ്. റൈറ്റ് ദ നമ്പർ ഓഫ് ക്യാരറ്റ്സ് ഇൻ ദ റിമൈനിങ് ബഞ്ചസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്താണ്? ഇവിടെ റാബിറ്റ് എന്ത് ചെയ്തു? ഏറ്റവും വലിയ ബഞ്ച് റാബിറ്റ് എടുത്തു. ലൈൻ ടു കണക്ട് ദ റാബിറ്റ് ടു ദിസ് ബഞ്ച്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ലൈൻ വരയ്ക്കാൻ അത് ഓൾറെഡി അവർ വരച്ച് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ബഞ്ച് എന്ന് പറയുന്നത് ഏതാ? ഇതാണ്. അപ്പോൾ അത് അവർ വരച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ദ നമ്പർ ഓൾസോ. മാത്രമല്ല അതിൻ്റെ നമ്പർ എഴുതണം. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് എണ്ണി നോക്കാം. 1 2 3 4 5 6 7. എത്ര എണ്ണമാണ്? 7. ഇനി അടുത്തത് എന്താ? കണക്ട് ദ ഡിയർ ആൻഡ് സ്ക്യൂറൽ ടു ദയർ ബഞ്ചസ്. അപ്പോൾ ഇനി ഡിയറിനെയും സ്ക്യൂറലിൽ നമ്മൾ കണക്ട് ചെയ്യണം. ദ സെയിം നമ്പർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ. എനിക്കും എൻ്റെ ബ്രദറിനും സെയിം നമ്പർ ക്യാരറ്റ്സ് വേണം. അപ്പോൾ ഇതിൽ സെയിം നമ്പർ വരുന്ന 2 എണ്ണം. അപ്പോൾ ഏതാണ്? 2 എണ്ണം ഇല്ല. ദെൻ ഇത് 1 2 3 1 2 3. അപ്പോൾ ഇതെന്താണ്? 3 എണ്ണം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഡിയറിൻ്റെ ബ്രദറിനും ഏതായിരിക്കും? ഇതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഈ 3 എണ്ണത്തേക്ക് വരക്കുക. ദെൻ ഇതിൻ്റെ നമ്പർ ഇവിടെ എഴുതുക 3. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഇനി നെക്സ്റ്റ് ഇയാളുടെ നമ്മൾ എഴുതണം. അതായത് റാബിറ്റിൻ്റെ എഴുതണം. റാബിറ്റ് അല്ല, ആരാണ്? സ്ക്യൂരലിനെ നമുക്ക് എഴുതണം. ഐ നീഡ് ഓൺലി ദ സ്മോൾ ബഞ്ച്. അപ്പോൾ എനിക്ക് ചെറിയൊരു ബഞ്ച് മാത്രം മതി. അപ്പോൾ ഇതിൽ ചെറിയ ബഞ്ച് ഏതാ? ഈ ബഞ്ചാണല്ലേ. അപ്പോൾ
ഇത് നമ്മൾ എങ്ങോട്ട് വരക്കണം? ഇങ്ങോട്ടേക്ക് വരക്കണം. അതിന് നമ്പർ എത്രയാണ്? അതിന് നമ്പർ 1 2 2 ആണ്. അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതുക. റൈറ്റ് ദ നമ്പർ ഓഫ് ക്യാരറ്റ്സ് ഇൻ ദ റിമൈനിങ് ബഞ്ചസ്. അപ്പോൾ ഇതിൽ ഇനി ബാക്കി ആരുടെയും കിട്ടാത്ത ഏതാണ്? ഇതാണല്ലേ. അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്ക് ഈ ബോക്സിൽ എഴുതാം. 1 2 3 4 5. നമ്മൾ ഈ ബോക്സിൽ 5 എന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. എന്താ? ദേ walked and reached a pond. അപ്പോൾ ഇവരെ നടത്തം കണ്ടിന്യൂ ചെയ്തു. അവരെവിടെ എത്തി? ഒരു പോണ്ടിൻ്റെ അവിടെ എത്തി. വൗ, സോ ബ്യൂട്ടിഫുൾ, ലെറ്റ്സ് സ്റ്റോപ്പ് ഫോർ എ വൈൽ. അപ്പോൾ എന്താണ്? നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ കണ്ടാൽ തന്നെ അറിയാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കാമെന്ന് പറയാണ്. വാട്ട് ഓൾ ഡിഡ് ദേ സീ? കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ ഇതിൽ ഓരോന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്താ? തവളയല്ലേ. തവള എത്ര ഉണ്ട് നോക്കി നോക്കാം. ഫ്രോഗ് എത്ര ഉണ്ട് നോക്കി നോക്കാം. അപ്പോൾ കൂട്ടുകാരൻ ശ്രദ്ധിച്ച് നോക്കാം. എവിടെ? 1 2 3 4. എത്ര എണ്ണമാണ്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? 4. ഇനി നെക്സ്റ്റ് ഈ മീൻ എത്ര എണ്ണം ഉണ്ട് നോക്കി നോക്കാം. എത്ര എണ്ണ? 1 2 3 4 5 6. ഇനി ഉണ്ടോ? ഇനി ഇല്ല അല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? 6. ഇനി നെക്സ്റ്റ് ഈ ഒരു കൊക്ക് എത്ര ഉണ്ട് നോക്കി നോക്കാം നമുക്ക്. അത് എത്ര? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 3. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഇത് എത്ര ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. ഇതെന്താണ്? താറാവിൻ്റെ കുട്ടിയല്ലേ. അപ്പോൾ അത് എത്ര ഉണ്ട് നോക്കി നോക്കാം. 1 2. എത്ര എണ്ണമാണ്? 2 എണ്ണം. ഇനി ആരാണ്? ഇനി ആമയാണ്. ആമ എത്ര എണ്ണം ഉണ്ട് നോക്കി നോക്കാം. ആമ എത്ര എണ്ണം ഉണ്ട്? ആമ ആകെ ഒന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 1 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ഇതെന്താണ്? ഒരു ഇൻസെക്റ്റ് ആണ്. അത് എത്ര എണ്ണം ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. എത്ര എണ്ണം? തുമ്പിയാണല്ലേ. 1 2 3 4 5 എണ്ണം. അപ്പോൾ നമുക്കിവിടെ 5 എന്ന് എഴുതി കൊടുക്കാം. Which one is the largest? Color that box. അപ്പോൾ എന്താണ് ഇതിൽ ലാർജസ്റ്റ് ഏതാന്ന് വെച്ചാൽ ആ ബോക്സ് കളർ ചെയ്യുക. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഏതാണ്? അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഈ ഫിഷാണ്. അപ്പോൾ ഈ ഫിഷിൻ്റെ ബോക്സ് കൂട്ടുകാർ കളർ ചെയ്യുക. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. എന്താണ്? സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുത്, ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ വലുത്. അതായത് ചെറുതീന്ന് വലുതീക്ക് കൂട്ടുകാർ ഇതിൽ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 1 ആണ്. ദെൻ അടുത്തത് ഏതാ? 2 ആണ്. ദെൻ അടുത്തത് ഏതാ? 3 ആണ്. ദെൻ 4 5 6. അപ്പോൾ ഇതിന് ചെറുതീന്ന് വലുതീക്ക് ചോദിച്ചാൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. ദെൻ വലുതീന്ന് ചെറുതീക്ക് ചോദിച്ചാലോ? അപ്പോൾ നമ്മൾ 6 5 4 3 2 1 അങ്ങനെ എഴുതി കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ലിറ്റിൽ ബേർഡ്സ്. How many little birds are these? അപ്പോൾ എന്താണ്? ഇവിടെ എത്ര ലിറ്റിൽ ബേർഡ്സ് ഉണ്ട്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. എത്ര ലിറ്റിൽ ബേർഡ്സ് ആണ്? 8 ലിറ്റിൽ ബേർഡ്സ്. അപ്പോൾ നമ്മളിവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ? Here my little one and 3 others. അപ്പോൾ എന്താണ്? ഇവിടെ 3 എണ്ണം എൻ്റെ കുട്ടികൾ, 3 എണ്ണം ബാക്കിയുള്ളത് ബാക്കിയുള്ളവരെയാണെന്നാണ് പറയുന്നത്. Now the little bird is with her mother. അപ്പോൾ എന്താണ്? ഇപ്പോൾ ലിറ്റിൽ ബേർഡ് എന്താണ്? മദറിൻ്റെ കൂടെയാണ്. Now there are 9 little birds. അപ്പോൾ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ അവിടെ 9 little birds ഉണ്ട്. And all 9 are happy. മാത്രമല്ല ഈ 9 ലിറ്റിൽ ബേർഡ്സും ഹാപ്പിയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോക്സിൽ ഇപ്പം പഠിച്ചിട്ടുള്ള 9 എഴുതി കൊടുത്തു. റൈറ്റ് ഇൻ ഓർഡർ. അപ്പോൾ നമ്മൾ ഓർഡറിൽ എഴുതി കൊടുക്കുമ്പോൾ എന്ത് വരും? 6
7 ഇതൊക്കെ കുത്തി തന്നിട്ടുണ്ട്. ആ കുത്തി ഇങ്ങനെ യോജിപ്പിച്ച് എഴുതുക. 8 ദെൻ 9. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. Leaving the little bird with her mother, others returned. അപ്പോൾ എന്താണ് leaving the little birds with her mother? അപ്പോൾ എന്താണ് അമ്മയുടെ കൂടെ കുട്ടികളെ ആക്കിയിട്ട് ബാക്കിയുള്ളവർ പോന്നു. Look, here is a mobile phone, must be that hat sellers. അപ്പോൾ എന്താണ് നമ്മുടെ റാബിറ്റ് പറയാണ് ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന്. അപ്പോൾ ഡിയർ പറയാണ് അത് ആരുടെ ആയിരിക്കും? അത് നമ്മുടെ ആ ഹാറ്റ് സെല്ലറിൻ്റെ ആയിരിക്കും, അതായത് തൊപ്പി വിൽക്കണ ആളുടെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്, കൂട്ടുകാർ കുറച്ച് വെച്ച് കണ്ടുപോയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. അൺലോക്ക് ദ മൊബൈൽ ഫോൺ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോണിൻ്റെ ലോക്കൊക്കെ അൺലോക്ക് ചെയ്യണമല്ലേ ഫോൺ കളിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ കാര്യം നോക്കി നോക്കാം. ഓപ്പൺ ദ നമ്പർ ലോക്ക്, റാബിറ്റ്, സ്ക്യൂറൽ, monkey, deer, parrots. They tried one by one to unlock the phone. The numbers they pressed glowed yellow. By that time, Ramuni uncle came back. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവർ ഓരോരുത്തരും ഇങ്ങനെ ഫോൺ ഇങ്ങനെ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് എന്തുണ്ടായത്, നമ്മുടെ രാമുണ്ണി അങ്കിള് തിരിച്ചു വന്നത്. To unlock my phone, you must press all numbers from 1 to 9. അപ്പോൾ എന്താണ്, എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും അടിക്കണം. അപ്പോൾ ഇതിൽ ആരായിരിക്കും ഹൂ അൺലോക്ക്ഡ് ദ ഫോൺ? ഈ ഫോണ് ആരായിരിക്കും അൺലോക്ക് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ 1 മുതൽ 9 വരെ ആരാണോ അമർത്തിയത് അവർക്കായിരിക്കും ലോക്ക് കിട്ടിയിട്ടുണ്ടാവുക, അവരായിരിക്കും അൺലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ ആരാണ്? അപ്പോൾ റാബിറ്റാണോ? റാബിറ്റ് അല്ല. സ്ക്യൂരലാണോ? സ്ക്യൂരൽ അല്ല. മങ്കി അല്ല. ദെൻ ആരായിരിക്കും? ഓപ്പൺ ഡിയർ ഒന്നും ചെയ്യണില്ല. ദെൻ ആരായിരിക്കും 1 മുതൽ 9 വരെ എഴുതിയിട്ടുണ്ടാവുക? പാരറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പാരറ്റ് എന്ന് എഴുതി കൊടുക്കുക. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പോൾ ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് വരും? 1 2 3 4 5 6 7 8 9. There is another number on the phone. What is it? അപ്പോൾ 1 മുതൽ 9 വരെ അല്ലാണ്ട് വേറെ ഒരു നമ്പറും കൂടെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ പിക്ചറിൽ നോക്കുക, വേറെ ഏതാണ് ആ നമ്പർ? 0, 0. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 0. ഇനി അടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദ ഫോട്ടോ. ദ ഹാറ്റ് സെല്ലർ ഗോട്ട് ഹിസ് ഫോൺ ബാക്ക്. സീ ദ ഫോട്ടോ രാമുണ്ണി അങ്കിൾ ടുക്ക്. അപ്പോൾ രാമുണ്ണി അങ്കിൾ എടുത്തിട്ടുള്ള ഫോട്ടോയാണ് ഇത്. ടിക്ക് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളതിൽ ടിക്ക് ഇടണം. ഹൗ മെനി ആർ ദർ ഇൻ ദ ഫോട്ടോ? അപ്പോൾ ഈ ഫോട്ടോയിൽ എത്ര പേരുണ്ട് എണ്ണി നോക്കാം. 1 2 3 4 5 6. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. Who is on the left of the deer? അപ്പോൾ ഡിയറിൻ്റെ ലെഫ്റ്റിൽ ആരാണ്? അപ്പോൾ ഡിയറിൻ്റെ ലെഫ്റ്റിൽ ആരാണ്? ഡിയറിൻ്റെ ലെഫ്റ്റിലുള്ളതാണ് ആര്? നമ്മുടെ ഇതാരാണ്? സ്ക്യൂരലാണ്. അപ്പോൾ സ്ക്യൂരൽ. There are 4 animals with 4 legs. ഇതിൽ 4 ആനിമൽസിന് 4 ലെഗ്സ് ഉണ്ട്. അപ്പോൾ ഇയാൾക്കുണ്ട്. അപ്പോൾ അത് എന്താണ്? ശരിയാണ്. ദെൻ ട്രൂ. Those who can fly are more. അപ്പോൾ എന്താണ്? പറക്കാൻ കഴിയുന്നവരാണ് കൂടുതൽ. ആണോ? അല്ല, അത് ഫോൾസ് ആണ്. നടക്കുന്നവരാണ് കൂടുതൽ അല്ലേ. The butterfly and parrot are above others. ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ പാരറ്റും ഇവരുടെ മേലെയാണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. ദെൻ അത് ട്രൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ? ലെറ്റ്സ് ഗീവ് ഹാറ്റ്സ് ടു ദ റാബിറ്റ്. നമുക്ക് റാബിറ്റിന് ഹാറ്റ്സ് കൊടുക്കാം. വിച്ച് ഈസ് മോർ? ടിക്ക് ദ ലാർജർ. റാബിറ്റ് ആണോ ഹാറ്റ്സ് ആണോ കൂടുതൽ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇത് ഈ റാബിറ്റിന് കൊടുത്തു, 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 ഇത് ഈ റാബിറ്റിന് കൊടുത്തു. അപ്പോൾ ആരാണ് കൂടുതൽ? 1 2 3. അപ്പോൾ 3 കൂടുതൽ ഹാറ്റാണ്. അപ്പോൾ വിച്ച് ഈസ് മോർ? റാബിറ്റ് ആണോ ഹാറ്റ് ആണോ കൂടുതൽ? ഹാറ്റാണ് കൂടുതൽ. ദെൻ ഹാറ്റിൻ്റെ അവിടെ
ടിക്ക് കൊടുക്കുക. ഇത് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും, then എണ്ണി നോക്കാനും പറ്റും. അതായത് 1 2 3 4 5 6 ഇവിടെ 6 എണ്ണം ഉണ്ട്. then ഇനി ഇവിടെ നോക്കാം 1 2 3 4 5 6 7 8 9 ഇവിടെ 9 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം കൂടുതലാണ്? 3 എണ്ണം കൂടുതലാണ്. One hat is given to each rabbit. How many hats are given away? How many left? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹാറ്റ് വെച്ച് കൊടുത്താൽ എത്ര ഹാറ്റ്സ് ആണ് കൊടുക്കുക? നമ്മൾ 6 റാബിറ്റ്സ് ആണ്, അതുകൊണ്ട് 6 ഹാറ്റ്സ് കൊടുക്കും. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ടോട്ടൽ 9 എണ്ണം ഉണ്ട്, നമ്മൾ 6 എണ്ണം കൊടുത്തു. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 6 കഴിഞ്ഞാൽ 7 8 9 3 എണ്ണം. അപ്പോൾ എത്രയാണ്? 3. ഹൗ മെനി ലെഫ്റ്റ്? അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക 3. അപ്പോൾ ഇനി അടുത്തത് എന്താ? someone is hiding in the tree. join the dots from 1 to 9 in order and color. അപ്പോൾ എന്താണ്? ആ ഡോട്ട് ഇതിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? 1-ന് 2ക്ക് വരക്കാം, 2-ന് 3ക്ക് വരക്കാം, 3-ന് 4ക്ക് വരക്കാം. അങ്ങനെ വരച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പോൾ നമുക്ക് ഈ ഓർഡറിൽ നമ്പേഴ്സ് എഴുതുമ്പോൾ എന്ത് വരും? 1 തന്നിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ 2 3 4 കഴിഞ്ഞാൽ 5 then 6 7 8 9. ഓക്കെ, 1 more. അപ്പോൾ അതെന്താ നോക്കി നോക്കാം. Color all the flowers yellow or red. Red flowers must be more than the yellow flowers. അപ്പോൾ എന്താണ്? ഇതിൽ എല്ലാ ഫ്ലവേഴ്സും കളർ ചെയ്യുക. കളർ ഓൾ ഫ്ലവേഴ്സ് വിത്ത് ഏത് കളേഴ്സ് വെച്ചിട്ടാണ്? യെല്ലോ വെച്ചിട്ടും റെഡ് വെച്ചിട്ടും കളർ ചെയ്യുക. എന്തായിരിക്കും? റെഡ് ഫ്ലവേഴ്സ് മസ്റ്റ് ബി 1 more than the yellow flowers. അതായത് യെല്ലോ ഫ്ലവേഴ്സിനേക്കാൾ 1 കൂടുതലായിരിക്കണം റെഡ്. 1 2 3 4 5 6 7 8 9. അപ്പോൾ എന്ത് ചെയ്യണം? ഒരെണ്ണം കൂടണം. റെഡ് ഫ്ലവർ മസ്റ്റ് ബി 1. റെഡാണ് കൂടുതൽ. അപ്പോൾ ഈ മേലുള്ളതൊക്കെ റെഡ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുക. ദെൻ താഴെയുള്ളതെല്ലാം യെല്ലോ കൊണ്ട് കളർ ചെയ്യുക. അപ്പോൾ യെല്ലോനേക്കാൾ കൂടുതലായിരിക്കും എന്ത്? റെഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? put 6 in a basket. എന്താണ്? ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. put 6 in basket. how many are inside? how many are outside? അപ്പോൾ എന്താണ്? ഒരു ബാസ്ക്കറ്റ് എടുക്കുക നമ്മൾ. ഒരു ബാസ്ക്കറ്റ് എടുക്കുക നമ്മൾ. ആ ബാസ്ക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 എണ്ണം ഇടണം. അപ്പോൾ 1 എണ്ണം ഇട്ടു, 2 എണ്ണം ഇട്ടു, 3 എണ്ണം ഇട്ടു, 4 എണ്ണം ഇട്ടു, 5 എണ്ണം ഇട്ടു, 6 എണ്ണം ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലിട്ടു. ഓക്കെ, ഹൗ മെനി ആർ ഇൻസൈഡ്? അപ്പോൾ ഇൻസൈഡ് എത്ര എണ്ണമാണ്? ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ 6 എണ്ണം. ഹൗ മെനി ഔട്ട്സൈഡ്? അപ്പോൾ ബാക്കി ഔട്ട്സൈഡ് എത്ര പേരുണ്ട്? 1 2 3 4. എത്ര എണ്ണമാണ്? 4 എണ്ണം. ഇനി എന്താ? ഇനി അടുത്തത് നോക്കാം. put 5 in a cage. എന്താണ്? കേജിൽ 5 എണ്ണം ഇടുക. അപ്പോൾ നമ്മളൊരു കേജ് എടുക്കുക, എന്നിട്ട് ആ കേജിൽ എന്ത് ചെയ്യണം? 5 എണ്ണം. അപ്പോൾ 1 2 3 4 5. അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു? കേജിലിട്ടു. ഹൗ മെനി ആർ ഇൻസൈഡ്? അപ്പോൾ കേജിൻ്റെ ഉള്ളിൽ എത്ര എണ്ണമാണ്? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എത്ര വരും? 5. ഹൗ മെനി ഔട്ട്സൈഡ്? അപ്പോൾ പുറത്ത് എത്ര എണ്ണം ഉണ്ടാവും? 1 2 3 4 5. പുറത്തും എത്രയാണ്? പുറത്തും 5 എണ്ണം. ഇനി എന്താ? put 2 balls in a box. എന്താണ്? ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ 2 എണ്ണം ഇടുക. അപ്പം നമ്മളൊരു ബോക്സ് എടുത്തു, ഈ 2 എണ്ണം നമ്മൾ ബോക്സിലിട്ടു. അപ്പോൾ ബാക്കി എത്ര എണ്ണം വരും? ഹൗ മെനി ആർ ഇൻസൈഡ്? ഇൻസൈഡ് 2 ആണ്. then ഔട്ട്സൈഡ് എത്ര എണ്ണം വരും? 1 2 3 4 5 6 7 8. എത്ര എണ്ണമാണ്? 8 എണ്ണം. സിമ്പിൾ കാര്യമാണ്, അതാണ് അത്ര പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. put 3 butterflies in a circle. ഒരു സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 ബട്ടർഫ്ലൈസ് ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ എടുത്തിട്ട് ഈ 3 എണ്ണം നമ്മൾ സർക്കിളാക്കി. അപ്പോൾ ഇൻസൈഡ് 3 എണ്ണമാണ്. ദെൻ ഔട്ട്സൈഡ് എത്ര എണ്ണം വരും? 1 2 3 4 5 6 7 എണ്ണം വരും. അപ്പോൾ ഇവിടെ 7 എന്ന് എഴുതി കൊടുക്കുക.
ഇനി അടുത്തത് എന്താ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്, അപ്പോൾ കൂട്ടുകാർ നിർത്തി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് കണ്ട് പിന്നെ കുറച്ച് കണ്ട് പിന്നെ കുറച്ച് കണ്ട് അങ്ങനെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാരെ. നമ്പേഴ്സ് എണ്ണാൻ പഠിക്കുക, സാധനങ്ങളൊക്കെ കൗണ്ട് ചെയ്ത് നോക്കുക, അങ്ങനെ നമ്പേഴ്സ് 10 വരെയൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.